എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നല്ലൊരു നാടൻ വിഭവങ്ങളാണ് നമ്മൾ ഊണുണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഒഴിച്ചുകറിയില്ല. അപ്പോൾ ഇടിച്ചക്കയും വൻപയറും തോരൻ, പിന്നെ മാങ്ങ ചമ്മന്തി, തേങ്ങയൊക്കെ അരച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത വൻപയർ, പിന്നെ ഇടിച്ചക്ക, പിന്നെ ഇതാ പച്ചമാങ്ങ. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ നമുക്ക് ഇടിച്ചക്കയുള്ള ഉപ്പേരി തോരൻ, അപ്പം അതാക്കാം ആദ്യം. അതാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണം മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ. ചെറിയൊരു ഇടിച്ചക്കയാണ്, അത് മതി. പിന്നെ വൻപയറുണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് ഇടിച്ചക്ക ആദ്യം അത് മുറിക്കാം. ചെറിയൊരു ഇടിച്ചക്കയാണ്, പിന്നെ വൻപയറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 നേരത്തിന് പാകമാണ്. മുറിക്കൽ ഒക്കെ കഴിഞ്ഞ് പിന്നെ മടലൊക്കെ ഒന്ന് ചെത്തിയെടുക്കൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ നുറുക്കൽ അമ്മ ചെയ്യും. അപ്പോൾ ഇത് ഞാനാണ് ചെയ്യാം. അപ്പോൾ ഇന്നാൾ ഇടിച്ചക്ക സാമ്പാറുണ്ടാക്കി. ഇപ്പം ഇന്നിപ്പോൾ ഇടിച്ചക്ക വൻപയർ തോരൻ, പിന്നെ ഇപ്പോൾ ഇടിച്ചക്ക പുഴുക്കലിക്കൊക്കെ നല്ല ചേർച്ചുള്ളതാണ്. അപ്പം ഇനി ഇത് നുറുക്കുകയാണ്. കഴുകലൊക്കെ കഴിഞ്ഞാണ്. ഇതും പിന്നെ ചെറുതാക്കി നുറുക്കാം. നമ്മൾ കുക്കറിലിട്ടിട്ട് കണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുക്കറിൽ നമുക്ക് വൻപയർ, പിന്നെ ഇടിച്ചക്ക നുറുക്കിയതും അതുകൊണ്ട് ചേർക്കാം. പിന്നെ ഇതാ നമുക്ക് ലേശം ഉപ്പിടാം, പിന്നെ വെള്ളം. അപ്പോൾ ഇനി ഇത് വേവട്ടെ. അപ്പോൾ 4 വിസിൽ കൂക്കി അത് വേവുക നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ഉണ്ട് ഊറ്റിയിട്ട് നേരെ ഈ പാത്രത്തേക്ക് ഇട്ടു. ഇത് പിന്നെ അതിലേക്ക് താളിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കണം. 4 വിസിലാണ് കുക്കറിൽ കൂക്കിയത്. അപ്പോൾ നന്നായിട്ട് വേവും നമ്മൾ ഇടിച്ചക്കയും വൻപയറും. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം നമ്മൾ അത് ഇടിച്ചക്കയും വൻപയറും ചേർത്ത് ഇനി നന്നാക്കി ഇളക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. നമുക്ക് ഇടിച്ചക്ക ഒക്കെ നന്നാക്കി നുറുക്കിയെടുക്കുന്നതിനുള്ള ഒരു പ്രയാസം. അപ്പോൾ നമ്മൾ ഇടിച്ചക്കേൻ്റെ തോരൻ ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പം നമുക്ക് മാങ്ങ ചമ്മന്തിയാണ്. അപ്പോൾ പച്ചമാങ്ങ അതൊക്കെ ഒന്ന് തോലെത്താം. അപ്പോൾ കഴുകി ഇനി ഇപ്പോൾ അതൊന്നുണ്ട് കൊത്തിയിടാം. ഇനിയിപ്പോൾ അതിലേക്ക് പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി 2-3 എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത് ഒക്കെ പാകത്തിന്, കുറഞ്ഞ അളവിലേ ഉള്ളൂ, ചമ്മന്തി അല്ലേ. പിന്നെ പച്ചക്കടുക്, ഇനി ഉപ്പ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തു. ഇപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ ഇടിച്ചക്ക വൻപയർ തോരൻ, ചമ്മന്തി, പിന്നെ പതിവ് പപ്പടം കാച്ചിയത്. അപ്പം ഇന്ന് അങ്ങനെയാണ്. ഇന്നിപ്പോൾ നമ്മളൊരു ഒഴിച്ചുകറി അതില്ല, ഇപ്പം തന്നെ മതി. നല്ല ഒരു കോമ്പിനേഷനാണിത്. ഇന്ന് ഏതായാലും ഒഴിച്ചുകറി ഇല്ലാത്ത ഊണാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.